സ്നേഹം നിറഞ്ഞവർ, ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്താണ്? എപ്രകാരമാണ് നാം നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത്, നോക്കിക്കാണേണ്ടത്? നാം ഇന്ന് വായിച്ചു കേട്ട ലേഖനം, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയും 4-ാം അധ്യായം 13 മുതൽ 16 വരെയും ഉള്ള വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. നാം എല്ലാം കടന്നു പോകാനുള്ളവരാണ്. പുല്ലിൻ്റെ പൂവ് പോലെ നാം കടന്നു പോകണം. കാരണം നമ്മൾ തീർത്ഥാടകരാണ്. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും നമ്മോട് പറയുന്നത് നാം തീർത്ഥാടകരാണെന്നുള്ള മനോഭാവത്തിലേക്ക് വളരാൻ ആവശ്യമായ ഒരു പുണ്യത്തെക്കുറിച്ചാണ്, എളിമയെന്ന പുണ്യത്തെക്കുറിച്ച്. അവിടെ ഈശോ പറയുകയാണ്, നീ ഒരു വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടാൽ അവിടെ ചെല്ലുമ്പോൾ പ്രമുഖമായ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കരുത്. നീ എളിമയോടെ അവസാന സ്ഥാനത്ത് പോയിരിക്കുക. 1-ാം സ്ഥാനവും ഏറ്റവും അവസാന സ്ഥാനവും തമ്മിലുള്ള ഒരു മത്സരം ഈശോയുടെ പ്രബോധനങ്ങൾ എല്ലായിടത്തും കാണാം. മുന്തിരിത്തോട്ടത്തിൽ അവസാനം വന്നവനും ആദ്യം വന്നവനും തമ്മിലുള്ള താരതമ്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ചെമ്പുതൊട്ടും സ്വർണ്ണ നാണയങ്ങളും തമ്മിലുള്ള മത്സരത്തെ നമ്മൾ കാണും. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനായി ഒരു ശിശു പെട്ടെന്ന് വളരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. കുടിക്കാൻ കൊടുക്കുന്ന ഒരു പാത്രം പച്ചവെള്ളത്തിന് അസാമാന്യമായ പ്രസക്തി കൈവരുന്നത്, മൂല്യം കൈവരുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണും. കാലിത്തൊഴുത്തിൽ പിറന്നവൻ ജെറൂസലേം ദേവാലയത്തെക്കാൾ വലിയവനായി മാറുന്നതിനെ നമ്മൾ കാണും. കുരിശിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് ലോകം വിധി എഴുതുമ്പോൾ അവൻ ഉയിർപ്പിക്കപ്പെടുന്നവനായി മാറുന്നത് നമ്മളെ അതിശയിപ്പിക്കും. ചുങ്കക്കാരും വേശ്യകളും സമൂഹത്തിൻ്റെ വിളിമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരാണെങ്കിൽ അവർ ദൈവരാജ്യത്തിൽ അബ്രാഹത്തോടുകൂടി വിരുന്നിനിരിക്കുമെന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ ചിന്തകളെ തകിടുമറിക്കും. ലാസർ ദൈവസന്നിധിയിലേക്ക്, അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സമൂഹിക്കപ്പെടുകയും ധനികൻ അടക്കപ്പെടുകയും ചെയ്യുന്നത് ലോകം നൽകുന്ന മുൻഗണനകൾക്ക് ഒരു പൊളിച്ചെടുത്താണെന്ന് നമുക്ക് എന്തുമാത്രം ഉദാഹരണങ്ങളാണ് സുവിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അവസാന സ്ഥാനത്തേക്ക് പോയിരിക്കാൻ നമുക്ക് പ്രേരണയാകേണ്ടത് നാം എല്ലാം കടന്നു പോകാനുള്ളവരാണെന്നുള്ള ഓർമ്മയോടെയാണ്. കപിലവസ്തുവിലെ രാജാവായിരുന്ന സിദ്ധാർത്ഥനെ നമുക്കറിയാം. സിദ്ധാർത്ഥനാണ് പിന്നീട് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്ന് ബുദ്ധനായിട്ട് മാറിയത്. തൻ്റെ കൊട്ടാരവും തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്ന ആ രാത്രിയിൽ അതിനതിമനോഹരമായിട്ട് എഴുത്തുകാരൻ വിവരിക്കുന്നു. തൻ്റെ തേരാളിയോടുകൂടി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓരോ വാതിലുകളെയും കടന്നു പോകുമ്പോൾ സിദ്ധാർത്ഥൻ തിരിഞ്ഞു നോക്കുന്നതായിട്ട് തേരാളിക്ക് തോന്നുകയാണ്. അയാൾ ചോദിച്ചു, വലിയ പ്രയാസമാണല്ലേ എല്ലാം ഉപേക്ഷിച്ചു പോകാൻ? സിദ്ധാർത്ഥൻ പുഞ്ചിരിയോട് പറഞ്ഞു, അല്ല, ഞാൻ തിരിഞ്ഞു നോക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. നീ നോക്ക്, ഈ കൊട്ടാരത്തിനും അതിൻ്റെ സകല ആഡംബരങ്ങൾക്കും മേൽ തീ ആളുന്നത് നീ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം വലിയ മുൻഗണനകളോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവയ്ക്കെല്ലാം ഈ ലോകത്തിൻ്റെതായി മാറാൻ, ഈ ലോകത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങാനാണ് വിധി. നാം ആഗ്രഹിക്കുന്ന ഉന്നത സ്ഥാനങ്ങൾ, അധികാരങ്ങൾ, പദവികൾ, ബഹുമാനങ്ങൾ, ഇതിനെല്ലാം ഈ ലോകത്തിനപ്പുറം പോകാനാവില്ലെന്ന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ മനോഹരമായിട്ട് വിവരിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, നിങ്ങൾ ഒരിക്കലും പ്രമുഖമായ സ്ഥാനങ്ങൾ ആഗ്രഹിക്കരുത്, അതിനായിട്ട് മത്സരിക്കരുത്. ഏറ്റവും എളിമയോടെ അവസാന സ്ഥാനത്ത് പോയിരിക്കണം. അതുപോലെ നീ വിരുന്നൊരുക്കുമ്പോൾ നിനക്ക് പകരം തരാൻ ഒരിക്കലും ആവില്ലെന്ന് ഉറപ്പുള്ള ദരിദ്രർക്കും മുടന്തർക്കും വികലാംഗർക്കും അഗതികൾക്കും ആകാശപ്പറവുകൾക്ക് നൽകണം. അപ്പോൾ മാത്രമാണ് നീ കൊടുക്കുന്നതിന് മൂല്യമുണ്ടാവുന്നത്, തിളക്കമുണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ധ്യാനിക്കാം. ആഗസ്തീനോസ് പറയുന്നത് പോലെ ദ ലസ്റ്റ് ടു ഡോമിനേറ്റ്, കാൽക്കീഴിലാക്കാനുള്ള ഒരു വലിയ ആസക്തി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചുരമാകുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ, കീഴടക്കാനുള്ള ഒരു പരിശ്രമമാകണം ഈ നോമ്പുകാലം. എല്ലാം എനിക്ക്, എല്ലാ അധികാരങ്ങളും, എല്ലാ മഹത്വവും, എല്ലാ പ്രതാപവും എനിക്കെന്നുള്ള ചിന്തയോടെ ജീവിക്കുന്നവരാകാതെ ദൈവസന്നിധിയിൽ പ്രശംസിക്കപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനുമാകാൻ, സ്വർഗത്തിൻ്റെ പൗരരായിട്ട് മാറാനുള്ള ഒരു ശ്രമം ഈ നോമ്പുകാലത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.